ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഞാനപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ ലിപ് ബാം മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സിമ്പിൾ ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പം ഞാൻ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ ഇടുന്നത്. പുതിയതാണ്, ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് തീർത്ത് വെച്ചേക്കണായിരുന്നു. അപ്പം ഇത് പുതിയതിന് പൊട്ടിക്കണം. നല്ല മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ മോയ്സ്ചറൈസർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ. അയ്യോ, ഭയങ്കര മഴ. നമുക്ക് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇവിടെ മഴയൊക്കെ കൊണ്ടിരിക്കുക. അപ്പം ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫേസിൽ. നല്ല കാട്ടി. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാനേ ഇല്ല കേട്ടോ. ഈ വീഡിയോക്കായിട്ടല്ല, ഞാൻ നോർമലി ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല. ഞാൻ BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എവിടെ പോയാലും ഞാൻ BB ക്രീം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുമ്പോൾ അത് അത്ര വലിയ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മെബ്ലിൻ ന്യൂയോർക്കിൻ്റെ ഈ കൺസീലറാണ് ഞാൻ ഇടുന്നത്. അഫോർഡബിൾ റേറ്റേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയാണ്. അപ്പം ഞാൻ കണ്ണിൻ്റെ മുകളിലും താഴത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൂക്കിൻ്റെ അവിടെ, പിന്നെ നെറ്റിൻ്റെ അവിടെ ചെറുതായിട്ട്, പിന്നെ ഇവിടെ, പിന്നെ 2 ചെണ്ടയും പോലെ പിന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ നന്നായിട്ട് ഫോണിൽ കളി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അപ്പം ഇപ്പം തന്നെ അത് ഓരോന്നൊക്കെ തേച്ച് മാറ്റണം. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൺസീലർ. അപ്പം ഇനി നമ്മൾ എണ്ണ എൻ്റെ ഫേവറേറ്റ് BB ക്രീമാണ് ഞാനിത് ഇതാക്കാൻ പോണത്. അയ്യോ, തലതിരിഞ്ഞ് തീരാനാണ് കേട്ടോ. ഞാൻ നെക്കി പിടിഞ്ഞ് ഞെവിടി എടുത്തത് ഞാൻ ചാകാറായി. എന്നാലും അതിൻ്റെ ലാസ്റ്റുള്ള ജീവനും കൂടി ഞാൻ കുത്തി തുളച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് ഇത്തിരി എടുത്തിട്ട് ഫേസിൽ ഞാൻ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതും കൈവച്ച് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യേണ്ടിട്ട്. അപ്പം ഞാൻ BB ക്രീമും ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ബ്ലഷാണ് ഞാൻ ഇട്ട് കൊടുക്കണം. ഞാനപ്പം ഇൻസൈറ്റിൻ്റെ മാറ്റ് ലിപ് പിങ്ക് എന്ന് പറഞ്ഞൊരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഈ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ ബ്ലഷായിട്ട് ഇട്ട് കൊടുക്കാൻ പോണത്. ഒരു ഇത്തിരി ഇട്ടാൽ മതി കേട്ടോ, നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാവട്ടെ. മൂക്കിൽ ആദ്യം ഇത്തിരി കൂടി ഇരിക്കട്ടെ, മിന്നിങ്ങട്ട് അങ്ങോട്ട്. പക്ഷെ നല്ല മഴ. എന്നിട്ട് ഇത് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, കൂടിപ്പോയി. ഞാനിപ്പോൾ ഇത് കണ്ണാടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ നോക്കിയിട്ടാണ് ഞാനിത് ചെയ്യണത്. അപ്പം അതിൻ്റേതായ പോരായ്മകളും കുറവുകളും ഈ വീഡിയോസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം എല്ലാവരും എന്നോടൊന്ന് മനസ്സറിഞ്ഞ് ക്ഷമിക്കുക. മൂക്കിലും താടിയിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലഷ് ഒരിത്തിരി കൂടിപ്പോയി, കുഴപ്പമില്ല. അപ്പം നിങ്ങളിടുമ്പോൾ ശ്രദ്ധിച്ചിടാതിരുന്നപ്പോൾ ആക്രാന്തം പിടിച്ച് ചാടിക്കയറി ബ്ലഷ് ഇടാൻ നിൽക്കണ്ട കേട്ടോ. ബ്ലഷ് കൂടിപ്പോയി, കുഴപ്പമില്ല, ഓർത്തോട്ടൊന്നും കൊള്ളാം. അപ്പം നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താണ് ഇടാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ടാൽക്കം പൗഡറാണ് കേട്ടോ. ഞാൻ കോമ്പാക്റ്റ് പൗഡറും ലൂസ് പൗഡറും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ടാൽക്കം പൗഡറാണ് യൂസ് ചെയ്യാറ്. ഞാനപ്പോൾ ഈ യാർഡ്ലിൻ്റെ ഈ ഒരു പൗഡറാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എനിക്കിഷ്ടമല്ല കോമ്പാക്റ്റ് പൗഡർ, ലൂസ് പൗഡർ ഒന്നും ഇടണം എനിക്കിഷ്ടമില്ല. എന്നിട്ട് അതെടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ അടിയിലും ഇവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുമ്പോഴും കഴുത്തിൽ കൂടി ചെയ്യാട്ടോ. ഞാനപ്പോൾ കഴുത്തിൽ ചെയ്യണില്ല, ഞാൻ പുറത്തോട്ടൊന്നും പോകണില്ലല്ലോ, ഞാൻ വീട്ടിൽ തന്നെ ചൊറിയും കുത്തിയിരിക്കല്ലോ. അപ്പം ഞാൻ പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഞാൻ മ്യൂസിക് ഫ്ലവറിൻ്റെ ഈ ഒരു ഐലൈനർ ജെല്ലാണ് കേട്ടോ ഞാൻ എടുക്കണത്. ഇതിത്തെ ബ്ലാക്ക് കളർ ജെല്ലാണ് ഞാൻ എടുക്കണത്. ഇങ്ങനത്തെ ഈ ഒരു ബ്രഷും കിട്ടും ഇതിന്.
പിന്നെ അത് വെച്ച് ഞാൻ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് കണ്ണാടി വെച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഐബ്രോ പെൻസിൽ വെച്ചിട്ടാണ് ഐബ്രോ ഫിൽ ചെയ്യാറ്. പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോൾ ഐബ്രോ പെൻസിൽ ഒന്നും തപ്പിയിട്ട് കിട്ടിയില്ല. അപ്പൊ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ ഇതെന്റെ ഫേവറേറ്റ് ആണ്. ഞാൻ പണ്ട് മുതലേ ഇത് വെച്ചാണ്ട് ഞാൻ ഐബ്രോ ഫിൽ ചെയ്യാറ്. അപ്പൊ ഞാൻ ഐബ്രോയും കൂടി നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ന്യൂഡ് പാലറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ന്യൂഡായിട്ടുള്ള ഷെയ്ഡ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ചെടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബ്രഷൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അന്നത്തെ ബ്രഷൊന്നും ഞാൻ ഇപ്പോൾ എടുക്കില്ല. ഞാൻ കൈവച്ച് തന്നെ കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ കണ്ണിക്കണം നമ്മളുടെ വ്യത്യാസമില്ല. എൻ്റെ റിംഗ് ലൈറ്റ് ഒക്കെ നനഞ്ഞ മഴ കൊണ്ടിട്ട്. അപ്പം ഞാൻ ഇപ്പുറത്തെ കണ്ണും അതേപോലെ ചെയ്ത് കൊടുക്കണ്ടിട്ടാ. ഒരു ന്യൂഡായിട്ടുള്ള അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഈ പാലറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കണ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ചാർമിഡ് എന്ന് പറഞ്ഞേക്കണം ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഷെയ്ഡ് ഉണ്ട്. ചാർമിഡ് എന്ന് പറഞ്ഞേക്കണം ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇതൊരു ചെറുതായിട്ടൊരു ഗിൽറ്റ് ടൈപ്പ് ഷെയ്ഡാണ് കേട്ടോ. പക്ഷെ ഇതിലത്തെ ഗിൽറ്റൊക്കെ ഞാൻ യൂസ് ചെയ്ത് പോയി. അപ്പം ആ ഇതും കൂടി ചെറുതായിട്ട് നമുക്ക് ഈ താഴത്ത് ഒന്ന് എഴുതി കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ ഒരു ചെറിയൊരു ഗിൽറ്റ് ടൈപ്പ് ഐഷാഡോ വേണ്ടത്. അപ്പൊ ഈ ബാക്കി വന്ന ബാലൻസ് എത്ര ഞാൻ കണ്ണിന്റെ അടിയിലും കൂടി എഴുതി കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഞാൻ വേറെ ക്വാണ്ടിറ്റി എടുക്കണില്ല കേട്ടോ. അപ്പൊ ഞാൻ കണ്ണിന്റെ അടിയിലും കൂടി ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാൾസിന്റെ മസ്കാര എന്താ അഫോർഡബിൾ റേറ്റേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വേണിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി മസ്കാര കേട്ടോ. എൻ്റെ ഫേവറേറ്റ് മസ്കാരയാണ്. ഞാൻ ഈ മസ്കാര യൂസ് ചെയ്തതിനു ശേഷം വേറെ ഒരു മസ്കാര ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം അത്രയ്ക്ക് അടിപൊളി മസ്കാരയാണ്. ലാഷസ് ഇല്ലാത്തവർക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു മസ്കാര കേട്ടോ. നല്ല മഴ ഉണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് എത്രത്തോളം വീഡിയോയിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല സൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കാട്ടോ. അപ്പം ഞാൻ ഈ മസ്കാര എടുത്തിട്ട് കണ്ണി തേച്ച് കൊടുക്കുന്നുണ്ട്. മസ്കാരയൊക്കെ തീരാനായി. ഞാൻ അത്ര ഊറ്റുന്നുണ്ട് ഈ മസ്കാരയിൽ. അപ്പം ഞാനിപ്പോൾ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ മസ്കാരൻ്റെ ഗുണവിവരങ്ങൾ കണ്ടോ. ഇത് തേക്കുമ്പോൾ തന്നെ നമ്മളെ ലാഷസ് നല്ല അടിപൊളിയായിട്ട് വിടർന്ന് വരും കേട്ടോ. നന്നായിട്ട് മഴ പെയ്യാനുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ സൗണ്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര നേരം മഴ ഉണ്ടായില്ല. ഞാൻ വന്നിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. കണ്ടോ ഈ കണ്ണും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഇപ്പോഴത്തെ കണ്ണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. രണ്ട് കണ്ണിലും ഞാൻ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ന്യൂഡ് മേക്കപ്പ് ലുക്ക് അല്ലേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോണം. അപ്പൊ ഞാനൊന്നില്ലെങ്കിൽ ഈ ഇൻസൈറ്റിൽ നമ്മൾ ബ്ലഷ് ആയിട്ടിട്ടില്ലേ ആ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി കളർ എടുത്തറിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനൊരു ലിപ്സ്റ്റിക്കും ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ഞാൻ കയ്യിൽ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് ഞാൻ എൻ്റെ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുള്ളൂ കേട്ടോ. ചെറുതായിട്ട് ഞാൻ ലിപ്സ്റ്റിക് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ലിപ് ലൈനർ ഒന്നും വെച്ച് ലിപ്പൊന്നും ലൈൻ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക്ക് കൈ വെച്ച് ഇങ്ങനെ ഓൾറെഡി ഇടും. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ബാക്കി ഉണ്ടായ ലിപ്സ്റ്റിക് ഒന്നും കൂടി ബ്ലഷ് ആയിട്ട് മൂക്കിലും. നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ വ്യക്തി ഇവളെന്തൊരു യച്ചിയാണെന്നോ. തേച്ചേന്റെ പകുതിയൊക്കെ എടുത്ത് വെക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിപ്പോയി, എന്ത് ചെയ്യാന്ന്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു സ്മോക്കി ആയി ക്രിയേറ്റ് ചെയ്ത് കൊടുത്താലോ. അപ്പൊ ഞാൻ ഈ പാലറ്റിൽ ഈ നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ പാലറ്റിൽ നിന്ന് ഈ ബ്രഷിൽ നിന്ന് കുറച്ച് കൺമഷി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കണ്ണിന്റെ മുകളിൽ പയ്യെ ചെറുതായിട്ട് ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇപ്പുറത്ത് ചെയ്യുന്നത് കേട്ടോ. അതാ നന്നായിട്ട് വരക്കുന്നുണ്ട്. അപ്പൊ ഞാൻ രണ്ട് കണ്ണിലും ഞാൻ ആ ജെൽ ലൈനർ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ
നമുക്ക് സ്മോക്കി ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇത് വെച്ചാണ് ഞാൻ കൈ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കാണിച്ചിട്ടാ. ഉണ്ടോ, ഒരു ചെറിയ സ്മോക്കി ആയി ആയില്ലേ. അപ്പൊ അത് അയ്യോ എൻ്റെ മസ്കാര ഉണങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ അതേപോലെ ഇപ്പുറത്തെ കണ്ണ് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാണ്ട്. ഞാൻ ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ളൂ കേട്ടാ. എൻ്റെ മസ്കാര ഉണങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ മൊത്തത്തിൽ കരിവരേണ്ട ജീവിതമാകും എൻ്റെ. അപ്പൊ ഞാൻ അടുത്തത് ജസ്റ്റ് ഒരു വാല് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെറുതായിട്ട് വാലിങ്ങനെ വരച്ച് കൊടുക്കാനുണ്ട് കേട്ടോ, രണ്ട് കണ്ണിലും. ഞാൻ അടുത്തായിട്ട് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലറ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലഷായിട്ടും ഹൈലൈറ്ററായിട്ടും ഈ കുഞ്ഞു പാലറ്റ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പഴയ പാലറ്റാണ്. അപ്പോൾ ഞാൻ ഇത് സെപ്പറേറ്റ് വോയിസ് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഹൈലൈറ്റർ ഇടണതിന് ഞാൻ ബ്ലഷ് ഇടണം എന്നാണ് ബോധമില്ലാണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ഈ വോയിസ് ഓവർ കൊടുക്കണം. അപ്പോൾ ഞാൻ കണ്ണിനും മൂക്കിലും കവിളിലൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ അവിടെ കുറച്ചിട്ട് കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ കാണാൻ ഐക്കിലെ വർഷം പോലെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എപ്പിടി ഇருக்கு? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനപ്പോൾ ഒരു നോ മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ക്രിയേറ്റ് ചെയ്തേക്കണം. ന്യൂഡ് മേക്കപ്പ് എന്നൊക്കെ പറയൂലേ, ആ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അഫോർഡബിൾ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാനപ്പോൾ ഈ മേക്കപ്പ് ഫുള്ള് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ ഹെയറും കെട്ടി തലയിലും മര്യാദക്ക് തട്ടൊക്കെ ഇട്ടിട്ട് ശുണ്ടരിയായിട്ട് വരാം. അപ്പോൾ ഞാൻ തലയിൽ തട്ടൊക്കെ ഇട്ട് ശുണ്ടരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എപ്പിടി ഇருக்கு? അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അതിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.